എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ബൈസൺ വാലി മുട്ടുകാടിനടുത്ത് ആ ഇടയ്ക്കുള്ള ഒരു തോട്ടത്തിൽ വന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, നല്ലൊരു ഏലം വെറൈറ്റി ഇവിടെ കാണാനിടയായി. മൊത്തം ഞെള്ളാണി ചെടികളാണ് ഇവിടെ. അതിനിടയ്ക്ക് ഒരു 5-6 ചെടി ഒരു വെറൈറ്റി കണ്ടതാണ്. ഒരു വെറൈറ്റി വന്നു കഴിഞ്ഞപ്പോൾ അതിന് തട്ട പിരിച്ച് വെച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ഈ കർഷകൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തതൊന്ന് വന്ന് കാണാം. ഇതാണ് കായയുടെ സൈസൊക്കെ. എൻ്റെ വെറൈറ്റിക്ക് പേരൊന്നും ഇട്ടിട്ടില്ല, ഈ തോട്ടത്തിൽ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഓരോന്നും കാണിച്ചു തരാം. കിടക്കുന്നുണ്ടോ, ഇത് ഞെള്ളാണിച്ചെടിയാണ്. ഈ ചെടികളുടെ ഒപ്പം വെച്ചത്. അതേസമയം ഈ ചെടികളിൽ വന്നേക്കുന്ന ഒരു റൗണ്ട് കായ എടുത്താണ്, ഇതും സെയിം. അപ്പോൾ ഒരു റൗണ്ട് കായ എടുത്തിട്ടും 4 ദിവസമേ ഉള്ളൂ കായ എടുത്തിട്ട്. അപ്പോൾ കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, ഈ ചെടിയിലുള്ള കായയുടെ വലിപ്പവും സൈസും ഇത് കണ്ടോ. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റിയും കൂടെ പുതുതായിട്ട് തോട്ടത്തിൽ കാണാനിടയായി. അതുപോലെ ഇതുണ്ടോ, ഈ കായുടെ ഒരു ബോൾട്ടാണ് എന്നെ ആകർഷിച്ചത്. ഞാൻ അരിയെണ്ണം പൊട്ടിച്ച് നോക്കിയപ്പോൾ ഏകദേശം 20-ന് മേളിലുണ്ട്. തോട് കട്ടിയും കുറവാണ്. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഒന്ന് ഇതിൽ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കർഷകൻ്റെ നമ്പർ കൊടുക്കാം, ആളെ വിളിച്ചോളുക. നിങ്ങൾ നേരിട്ട് വന്ന് കാണുകയോ അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാനായിട്ടൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു പുതിയ വെറൈറ്റി കാണിച്ചുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, ആൾക്കും അറിയത്തില്ല. ഇത് ഇവിടെ ഉരുത്തിരിഞ്ഞ ഒന്നാണ്. കൊണ്ട് കിടക്കുന്നുണ്ടപ്പം പടർന്ന് പന്തലിച്ച് നല്ല വള്ളിയാണ്. ഇതുണ്ടോ, കായും അതോടൊപ്പം തന്നെ കായും കിടപ്പുണ്ട്. കാരണം ഇവിടെ അധികം വളമൊന്നും കൊടുത്തില്ല. കാരണം മറ്റുള്ള ചെടികളെ നോക്കുമ്പോൾ അറിയാം വളം എല്ലായിടത്തും ഒരുപോലെ കൊടുത്തേക്കുന്നുള്ളത്. ഇനിയിപ്പോൾ വളം പ്രയോഗം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ.